തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ പഞ്ചായത്തുകളിൽ രൂക്ഷമായ കടൽക്ഷോഭം കാരണം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിരവധിയായ സന്ദർഭത്തിൽ നിയമസഭയ്ക്കകത്തും പുറത്തും ഗവൺമെന്റ് ശ്രദ്ധയിൽ ഇത് ഞാൻ പെടുത്തുകയുണ്ടായി. അതനുസരിച്ച് കുറെ കള്ളാക്രമണ നിരോധന പ്രവർത്തനങ്ങൾ നടന്നു വരികയുമാണ്. പക്ഷേ ഇതിന് സമഗ്രമായ ഒരു പദ്ധതി ആവിഷ്കരിക്കാതെ തൃക്കുന്നപ്പുഴയിലെയും ആറാട്ടുപുഴയിലെയും കള്ളാക്രമണ പ്രതിരോധ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയില്ല എന്നത് സത്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ADBയെ, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനെ നമ്മൾ സമീപിക്കുകയും ഈ വിവരങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. 29/12/2024 നിരന്തരമായ MLA എന്ന നിലയിലുള്ള എൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ADB സംഘം ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ പഞ്ചായത്തുകളിലെ ഈ കള്ളാക്രമണം നേരിടുന്ന പ്രദേശങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് അന്ന് തുടർന്ന് സെക്രട്ടേറിയറ്റിൽ വെച്ച് ഞാൻ തന്നെ ADB സംഘവുമായി വിശദമായ ഒരു ചർച്ച നടത്തുകയുണ്ടായി. അങ്ങനെ ആ സെക്രട്ടേറിയറ്റിൽ വെച്ചുകൂടി നടത്തിയ ചർച്ചയുടെ ഫലമായിട്ടാണ് ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കിയത്. അന്ന് ആറാട്ടുപുഴ പഞ്ചായത്ത് പ്രസിഡന്റായ CN സജീവനും തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീ വിനോദ് കുമാറും ഈ ADB സംഘത്തെ അന്ന് ആ കള്ളാക്രമണ പ്രദേശങ്ങൾ സന്ദർശിച്ച വേളയിൽ ഉണ്ടായിരുന്നു. അതുപോലെ പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുമെല്ലാം അതിൽ ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ശ്രീ ജോൺ തോമസ് ഈ രണ്ട് പ്രദേശങ്ങളിലും ഈ ഹോട്ട്സ്പോട്ടുകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ആവശ്യപ്രകാരം തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ പഞ്ചായത്തിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ സഹായത്തോടെ ഈ കള്ളാക്രമണ നിരോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 500 കോടി രൂപ പ്രവൃത്തിക്ക് സർക്കാർ അനുമതി നൽകിയിരിക്കുക. 500 കോടി രൂപ കിട്ടുന്നത് ADBയിൽ നിന്നാണ്. ADBയിൽ നിന്ന് കടമെടുത്ത് 500 കോടി രൂപ ഈ രണ്ട് പ്രദേശങ്ങൾക്കും വേണ്ടി കള്ളാക്രമണ നിരോധന പ്രവർത്തനം നടത്താനാണ് ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത്. ഞാനത്തെ ക്യാബിനറ്റിൽ അത് പാസ്സാക്കിയുണ്ടായി. കുറേ നാളുകളായി ഇത് ക്യാബിനറ്റിൽ പോകാതെ ഇറിഗേഷൻ വകുപ്പിൽ നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും ഒക്കെ സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് കഴിഞ്ഞ ക്യാബിനറ്റിൽ, മിഞ്ഞാന്ന് നടന്ന ക്യാബിനറ്റിൽ നിന്ന് വെച്ച് പാസ്സാക്കി. ഇനി ADBയുടെ നേതൃത്വത്തിൽ അവരുടെ വായ്പ വാങ്ങി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്.